എല്ലാവർക്കും നമസ്കാരം. പിന്നെ എൻ്റെ പേര് സാദിഖ് വേങ്ങര. ഞാൻ ഫൈസൽ സാറ് ഒരു 3-3.5 വർഷമായി കാണും. ഞാൻ 25ാം ബാച്ചാണ് തോന്നുന്നത്. ഞാൻ അതിൽ ജോയിൻ ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ട് അന്ന് ബ്രൈറ്റ് അക്കാദമി വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് സാറിൻ്റെ ഓരോ പബ്ലിക് ഗ്രൂപ്പുകളിലും ഞാനുണ്ട്. പക്ഷേ വോയിസിലോ പിന്നെ കാര്യമായിട്ട് ആ 25ാം ബാച്ചിൽ എനിക്ക് തോന്നുന്നു ഞാൻ 1-2 വോയിസിലേ വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു കുഞ്ഞിന് പിന്നെ ചെറിയൊരു വൈകല്യം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു 1-2 വർഷം അതിൻ്റെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലും. എന്നാലും ഫൈസൽ സാറ് പിന്നെ വാട്സപ്പിൽ എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സാറ് വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു മനസ്സിന് നല്ലൊരു അനുഭവം, പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട ഓരോ വാക്കുകളും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. ഒരു വേദിയിൽ കയറിയിരുന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. മുമ്പൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഫൈസൽ സാറ് ഒരുപാട് ക്ലാസ്സുകൾ പല ഗ്രൂപ്പുകളും പബ്ലിക് ഒരു ഗ്രൂപ്പിൽ ഞാൻ പ്രസംഗം 25ാം ബാച്ചിൽ മാത്രമേ ഞാൻ ഇതായിട്ടുള്ളൂ, പ്രസംഗ പരിശീലനം കയറിയിട്ടുള്ളൂ. പക്ഷെ അത് തന്നെ ഞാൻ ഒന്ന് സ്വാഗതം പ്രസംഗം മാത്രം പറഞ്ഞ് അവസാനം പിന്നീട് അതിൽ വന്നിട്ടുമില്ല. അങ്ങനെ പോയി. ഇവിടെ വരാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിട്ടും എന്തോ ഒരു തടസ്സം പോലെ ഇങ്ങനെ പിന്നെ ഓരോ പ്രയാസങ്ങൾ കൊണ്ട്, അതായത് പിന്നെ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ ഹോസ്പിറ്റലും അങ്ങനെയെല്ലാം കൂടി ആയിട്ട് ഇപ്പോൾ പഴയത് ചെയ്യുകയല്ല. സാറ് എപ്പോഴും പറയും പുരാവസ്തു ആവരുതെന്ന് പറയും സാറ്. പക്ഷെ എന്നാലും നമ്മുടെ ആ ഫീഡ്ബാക്ക് ഉള്ള ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏതായാലും ഈ റമദാനിൽ എന്തായാലും നല്ലൊരു പ്രസംഗം പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, ഒരു അതിയായ ആഗ്രഹമുണ്ട്. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കഴിയുന്ന ഈ മാസം എങ്ങനെയും വരാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വരും, ഇവിടെയുള്ള ക്ലാസ്സുള്ള ദിവസങ്ങളൊക്കെ. പിന്നെ വാട്സപ്പിൽ നമുക്ക് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വാട്സപ്പിൽ എങ്ങനെയും നമുക്ക് സംസാരിക്കാം. പക്ഷേ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് ഇങ്ങനെ പിടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ആദ്യമായിട്ട് കയറുന്ന ആ ഒരു ഫീല് എന്നാലും കുഴപ്പമില്ല. എന്നാലും പിന്നെ സ്വാഗത പ്രസംഗമാണ് നമ്മളെ മുഖ്യ, ഏത് ഇതിൻ്റെയും സ്വാഗത പ്രസംഗമാണ് പറയൽ. അതിനെ നമ്മൾ കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ ചുരുക്കം ചില വാക്കുകൾ, ആ ഏത് സംഘടനയാണോ ആ പരിപാടി വെച്ചിട്ടുള്ളത് അവരെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ നമ്മളെന്താണ് തീം, ആ തീമിനെ കുറിച്ച് പറഞ്ഞ് വീണ്ടും പെട്ടെന്ന് സ്വാഗതത്തിലേക്ക് പോകലാണ് സ്വാഗത പ്രസംഗത്തിൻ്റെ രീതി. പിന്നെ ഇനിയും കൂടുതൽ പറയാനുമുണ്ട്. പക്ഷേ നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു നിൽക്കണോണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, അതായത് വാക്കുകൾ കിട്ടാത്തൊരു പ്രയാസമുണ്ട്.